ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ദുബായ് എയർപോർട്ടിലെ അഹ്ലാൻ ഫസ്റ്റ് ക്ലാസ് ലോഞ്ചും തുടർന്നുള്ള ഫ്ലൈറ്റ് യാത്രാ വിശേഷങ്ങളുമാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ദുബായിൽ നിന്ന് നാട്ടിലേക്കുള്ള യാത്രയിലാണ്. എയർപോർട്ടിൽ 3 hours മുമ്പ് തന്നെ എത്തിയിരുന്നു. ചെക്ക് ഇൻ ചെയ്ത ഇമിഗ്രേഷനെല്ലാം ഓക്കെയായി. പിന്നെന്താ പരിപാടി, നേരെ ലോഞ്ചിലേക്കാണ് പോയത്. ഇത്തവണ നമ്മൾ ദുബായ് എയർപോർട്ടിലെ അഹ്ലാൻ ഫസ്റ്റ് ക്ലാസ് ലോഞ്ചിലാണ് കയറിയത്. ഈ ലോഞ്ച് യൂസ് ചെയ്യാൻ ബിസിനസ് ക്ലാസ്സുകാർക്ക് മാത്രമല്ല, എക്കണോമി പാസഞ്ചർക്കും യൂസ് ചെയ്യാം. നമ്മൾ യൂസ് ചെയ്യുന്ന കാർഡ് ലോഞ്ച് ഫെസിലിറ്റീസ് ഉള്ള കാർഡാണെങ്കിൽ ഫ്രീ ആയി തന്നെ നമുക്ക് ഈ ലോഞ്ച് യൂസ് ചെയ്യാം. ഇല്ലെന്നുണ്ടെങ്കിൽ ക്യാഷ് പേ ചെയ്യേണ്ടതായി വരും. ചെന്ന് കയറുമ്പോൾ തന്നെ കണ്ണിന് കുളിർമയാകും വിധം അവർ എല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നതായി കാണാം. എല്ലാ സൗകര്യങ്ങളും നമുക്കിവിടെ ലഭ്യമാണ്. ഇവിടുത്തെ അറേഞ്ച്മെൻറ്റ്സ് എല്ലാം വളരെ മനോഹരമാണ്. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് ഫുഡിൻ്റെ കാര്യം തന്നെയാണ്. ഏത് രാജ്യക്കാർക്കും അനുയോജ്യമാകും വിധം ഒരുക്കിയിരിക്കുന്നു. നമ്മൾ ഓർഡർ ചെയ്താൽ ഫുഡ് മെനു പ്രകാരം ലൈവായി ഫുഡ് റെഡിയാക്കി തരുന്നു. ഇവിടുത്തെ സ്റ്റാഫ് എല്ലാം വളരെ ഫ്രണ്ട്ലിയാണ്. ഡ്രിങ്ക്സ്, ജ്യൂസ്, ഫുഡ് എന്ന് വേണ്ട എല്ലാം നമുക്കിവിടെ ലഭ്യമാണ്. പ്രെയർ റൂം, റെസ്റ്റിംഗ് ഏരിയ, ഫ്രഷ് ആകാനും എല്ലാം സൗകര്യങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വളരെ സമാധാനപരമായ അന്തരീക്ഷമാണ് നമുക്ക് ഉള്ളിൽ കയറിയാൽ കിട്ടുന്നത്. ആവശ്യാനുസരണം നമുക്ക് ഫുഡ് കഴിക്കാം. എല്ലാത്തിനും അത്രയധികം രുചിയാണ്. സ്വീറ്റ്സ് എല്ലാം പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്, അത്രയ്ക്കും ടേസ്റ്റുമാണ്. എല്ലാ രാജ്യക്കാർക്കും ഇഷ്ടമാകും വിധം ഒരുക്കിയിരിക്കുന്നു. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾ ലോഞ്ച് യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളവരാണെങ്കിൽ തീർച്ചയായും ഒരു 3 hours മുമ്പെങ്കിലും എയർപോർട്ടിൽ എത്തിയിരിക്കണം. ബോർഡിംഗ് പാസ്, എമിഗ്രേഷൻ എല്ലാം കഴിഞ്ഞ് നമുക്കൊന്ന് റിലാക്സ് ആവാനുള്ള കറക്റ്റ് ടൈം കിട്ടും. പലർക്കും യാത്രകളുടെ അനുഭവം വ്യത്യസ്തമാവും. ചിലപ്പോൾ നമ്മൾ ഒരുപാട് ടയർഡായിട്ടാവും യാത്ര ചെയ്യാറ്. അങ്ങനെയുള്ളവർക്ക് ബെസ്റ്റ് ഓപ്ഷനാണിത്. മനസ്സിന് ഇണങ്ങും വിധം ഫുഡ് കിട്ടിയാൽ ഒന്ന് സ്വസ്ഥമായാൽ നമ്മൾ ഹാപ്പി ആവില്ലേ? അപ്പോൾ ഈ ഒരു അവസരം കിട്ടിയാൽ ഒരിക്കലും മിസ് ചെയ്യാതിരിക്കുക. ലോഞ്ച് ആക്സസിനായിട്ട് മാസ്റ്റർ കാർഡിലൊരു ആപ്ലിക്കേഷനുണ്ട്. പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ഇത് ഡൗൺലോഡ് ചെയ്തെടുക്കാം. മാസ്റ്റർ കാർഡ് ട്രാവൽ പാസ് എന്നാണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ആ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ നമുക്ക് എൻ്റർ കിട്ടുന്നു. ഇതുവഴി നമുക്ക് ആവശ്യമുള്ള എയർപോർട്ടിൽ ഏത് ലോഞ്ചാണ് നമുക്ക് ഫ്രീ ആയി യൂസ് ചെയ്യാമെന്നറിയാം. ഇത്രയുമൊക്കെയാണ് നമ്മുടെ ലോഞ്ച് വിശേഷങ്ങൾ. ഫുഡെല്ലാം കഴിച്ച് കുറേ നേരം കൂടെ ഞങ്ങൾ അവിടെ ഇരുന്നു. ഫ്ലൈറ്റിന് ടൈം ആയപ്പോഴാണ് ഗേറ്റിനടുത്തേക്ക് പോയത്. പിന്നെ ഒരു ഇൻഫർമേഷൻ, വീൽ ചെയർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ഒന്നുകൊണ്ടും ടെൻഷൻ ആവണ്ട. വളരെ കരുതലോടെ തന്നെയാണ് ഇവർ നമ്മളെ നോക്കുന്നത്. ബോർഡിംഗ് കിട്ടുമ്പോൾ തന്നെ നമ്മളുടെ കയ്യിലുള്ള ഡോക്ടർ സർട്ടിഫിക്കറ്റ് അവരിൽ ഏൽപ്പിക്കുക. വീൽ ചെയറും സപ്പോർട്ടിങ്ങിന് ഒരു സ്റ്റാഫിനെയും അവർ നമ്മൾക്ക് നൽകും. അങ്ങനെയുള്ളവർക്ക് ലോഞ്ച് യൂസ് ചെയ്യാൻ പറ്റുമെന്നല്ലേ? തീർച്ചയായിട്ടും പറ്റും. സ്റ്റാഫിനോട് നമ്മൾ ലോഞ്ച് യൂസ് ചെയ്യണമെന്നാവശ്യപ്പെട്ടാൽ അവർ നമ്മളെ ലോഞ്ചിൽ കൊണ്ടാക്കിയിട്ട് പോകും. ഫ്ലൈറ്റിന് കറക്റ്റ് ടൈം ആകുമ്പോൾ നമ്മളെ പിക്ക് ചെയ്യാൻ വരും. ഇല്ലേ ലോഞ്ച് സ്റ്റാഫിനോട് റിപ്പോർട്ട് ചെയ്താലും മതി. അവർ നമ്മളെ കൃത്യസമയത്ത് തന്നെ ഫ്ലൈറ്റിനടുത്ത് എത്തിച്ചിരിക്കും. നിങ്ങൾ വീൽ ചെയർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഒരിക്കലും ടെൻഷൻ ആവണ്ട. നമ്മൾക്ക് എല്ലാ സൗകര്യങ്ങളും അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മസ്റ്റായിട്ടും നിങ്ങൾ ഡോക്ടർ സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതുക. വീൽ ചെയറിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻ്റായി അറിയിക്കുക. പറ്റുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ സഹായിക്കാം. തുടർന്നുള്ള നാട്ടിലേക്കുള്ള ഞങ്ങളുടെ യാത്രയാണ് നിങ്ങൾ കാണുന്നത്. എനിക്ക് പറ്റും പോലെ നിങ്ങളിലേക്ക് കാഴ്ചകൾ എത്തിക്കാൻ സാധിച്ചുവെന്ന് കരുതുന്നു. താഴെ നിന്ന് മുകളിലേക്ക് ഉയരുന്ന കാഴ്ചകൾ ഘട്ടം ഘട്ടമായാണ് നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായ കാഴ്ചയാണിത്.
കാഴ്ചകൾക്കിടയിൽ നമുക്കായുള്ള ഫുഡ് കിട്ടിയിരുന്നു. വളരെ നല്ലൊരു ഫുഡ് തന്നെയായിരുന്നു ഇത്. ചോറ്, കറികൾ, ഒരു ബോട്ടിൽ വെള്ളം, സ്വീറ്റ്, പിന്നെ നമുക്ക് ആവശ്യമായത് എല്ലാം ചേർന്നൊരു നല്ലൊരു ഫുഡായിരുന്നു കിട്ടിയത്. പിന്നെ ഞങ്ങൾ നാടെത്തുന്നത് വരെയുള്ള യാത്രയാണ് നിങ്ങൾ കണ്ടത്. പകലിൻ്റെയും രാത്രിയുടെയും മനോഹാരിത മാറി മാറി അറിയാൻ കഴിഞ്ഞൊരു യാത്രയായിരുന്നു ഇത്. നിങ്ങൾക്ക് ഈ യാത്ര ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി അറിയിക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നുമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.